ഹലോ. അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ തന്നെ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ സെൽഫ് മേക്കപ്പ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് എൻ്റെ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പോലും യൂസ് ചെയ്യാറില്ല. എൻ്റെ ഒരുക്കെന്ന് പറയുന്നത് പൊട്ടുതൊടും കണ്ണെഴുതും നമ്മൾ ഫസ്റ്റ് തന്നെ പൗഡർ ഇടും, എന്നിട്ട് ഈ പൊട്ടും കൺമഷി, അത് മാത്രമാണ് എൻ്റെ ഒരുക്കെന്ന് പറയുന്നത്. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്ന ടൈമിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ, എനിക്ക് അതുപോലെ ഒരുങ്ങണം, എനിക്ക് മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അത് ആ ഒരു ത്വര എൻ്റെ ഉള്ളിൽ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസക്ക് ഇതുപോലത്തെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ആകെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ സൺസ്ക്രീന്, മോയ്സ്ചറൈസിങ് ക്രീം, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, കോമ്പാക്ട് പൗഡർ, പിന്നെ ഒരു ഫൗണ്ടേഷൻ, അതൊക്കെയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഒരുങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കണമെന്ന് പോലും വിചാരിച്ചിരുന്നല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കാം, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസിങ് ക്രീമായിരുന്നു, എന്താ പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല, വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനത് പാക്കറ്റൊക്കെ പൊട്ടിച്ചു, ആ ഒരു കവറൊക്കെ നീക്കി. അപ്പോൾ ആ കവർ നീക്കിയപ്പോൾ അതിൻ്റെ മേലെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കളയുന്നുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് ഞാനിത് ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തു. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഈ ഐസ്ക്രീമിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലത്തെ ആ ഒരു ബോട്ടിലിൻ്റെ മേലുള്ള സംഭവത്തിന് നമ്മളിങ്ങനെ അതിങ്ങനെ നക്കുമല്ലോ. അപ്പോൾ ആ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെയും കാണിച്ചു. അപ്പോൾ ആ ഒരു ക്രീമൊക്കെ നമ്മളൊന്നും വേസ്റ്റ് ചെയ്തില്ല, എല്ലാം ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പൗഡർ മാത്രമായിരുന്നു, പൗഡർ യൂസ് ചെയ്യും നേരിട്ടെത്തി. പക്ഷേ ഇപ്പോൾ ഈ ഒരു ക്രീം ഇട്ടപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ടൊരു ഗ്ലോ ആകുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അടുത്ത് ഞാൻ സൺസ്ക്രീൻ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഞെക്കിയപ്പോൾ തന്നെ അത് മേലോട്ടേക്ക് ഏതോ ഒരു പീസ് പോയി. അതതിൻ്റെ മേലത്തെ ആ ഒരു ക്രീമാണ്. അപ്പോൾ അത് നമ്മൾ 3 ഫിംഗർ റൂളൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു. ഏതോ ഒരു വീഡിയോയിൽ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫൗണ്ടേഷനൊക്കെ ഇടേണ്ടതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് സെറ്റായപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റേ ആ സൺസ്ക്രീൻ ലാക്മേൻ്റെ ആയിരുന്നു. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഫൗണ്ടേഷൻ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഫൗണ്ടേഷൻ ഞാൻ മുൻപ് 1-2 തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെതല്ല. പിന്നെ വേറെ എവിടെയെങ്കിലും നമുക്ക് ഓസിന് കിട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കോമ്പാക്ട് പൗഡർ എടുത്തു, അതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ബോറാണെന്ന്. കാരണം അറിയാത്തവർ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുള്ളത്. കാരണം ആ ഒരു 3 സ്റ്റെപ്പ് വരെ ഓക്കെ ആയിരുന്നു, ഭയങ്കര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ കോമ്പാക്ട് പൗഡർ ഇട്ടപ്പോഴാണ് ശരിക്കും പൊട്ടിയിട്ടൊരു കോലം വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്, കോമ്പാക്ട് പൗഡർ ഇട്ടത്. എനിക്ക് തന്നെ തോന്നിയ ഒരു കോമാളിനെ പോലെ, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹത്തിനെ പുറത്ത് ചെയ്യുന്നില്ല. ഇനി അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ലിപ് ബാം എടുത്തു, ലിപ് ബാം ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എന്തായാലും ഫസ്റ്റ് ടൈം ഇടുമ്പം കൊളായി പോകുന്ന കുറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇതെങ്ങനെ എഴുതണം, എങ്ങനെ വരക്കണം എന്നുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു കോമ്പാക്ട് പൗഡറിൻ്റെ ആ ഒരു മിറർ എടുത്ത് വെച്ചിട്ട് അതിൽ നോക്കി വരച്ചു. കാരണം നമ്മൾ ഇതിൽ ക്യാമറയും മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വരച്ച് കഴിഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തത് കൊണ്ട് ഇത്രയും കൂടെ ആയല്ലോ എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. എങ്കിലും എനിക്ക് മനസ്സിലായി നല്ല ബോറാണെന്ന്. കാരണം കോമ്പാക്ട് പൗഡർ ഇട്ടപ്പോൾ തന്നെ നല്ല പുട്ടിയിൽ കുളിച്ച് നിൽക്കും പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ റെഡിയായി വന്നപ്പം എനിക്കൊരാഗ്രഹം, എന്തായാലും ഞാൻ ജസ്റ്റ് ഒരുങ്ങി നോക്കിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓണമൊക്കെ അല്ലേ, ജസ്റ്റ് ഒരു ഓണം ഔട്ട്ഫിറ്റൊക്കെ എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീഡിയോ എടുത്തു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെറുതെ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കാം, എന്തായാലും ഒരുങ്ങിയതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ആരെങ്കിലും വരുന്നതിന് മുൻപ് പെട്ടെന്ന് ഈ ഒരു കോലമൊക്കെ തുടച്ച് മാറ്റണമല്ലോ. അപ്പം ആ ഒരു ഔട്ട്ഫിറ്റ് എടുത്തതിന് മുൻപായിട്ട് ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു, പിന്നെ ഒരു പൊട്ടും കുത്തി കൊടുത്തു. അപ്പോൾ ഈ ഒരു രൂപത്തിൽ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല, ആരെങ്കിലും കണ്ടാൽ എനിക്ക് തന്നെ കുറവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അടുത്തിട്ടായിരുന്നത് ധാവണിയൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ധാവണി ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലുക്ക്. പിന്നെ എനിക്ക് വീഡിയോ എടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായി നല്ല വെളിച്ചത്തിലൊന്നും നിന്നിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ ഒരു ലുക്ക്. അപ്പോൾ എന്തായാലും എനിക്കിതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ. അപ്പോൾ ഇതായിരുന്നു എന്തായാലും ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടുത്ത വീഡിയോ കാണാൻ പറ്റാ.